സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെ നമ്മളോട് കൂട്ടുകൂടുവാൻ വരുന്നവർ, അതിനുവേണ്ടി നിർബന്ധിക്കുന്നവർ ഒരിക്കലും യഥാർത്ഥ കൂട്ടുകാർ ആകാൻ സാധ്യതയില്ല. ചൂഷണം ചെയ്യുകയായിരിക്കും അവരുടെ ലക്ഷ്യം. നാം കൂടുന്ന കൂട്ടുകൾ നമ്മെ നന്നാക്കുവാനല്ല നശിപ്പിക്കുവാനാകുന്നു എങ്കിൽ അത് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ മണ്ടത്തരമാണ്. അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കരുത്. നമ്മെക്കൊണ്ട് മുതലെടുക്കുവാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല, ദോഷം ചെയ്യും എന്നത് തീർച്ചയാണ്. ഒരു ഉദാഹരണം, ഈ സാധനങ്ങൾ വാങ്ങുവാൻ കടയിൽ ചെന്നപ്പോൾ കടക്കാരൻ നമ്മുടെ ബന്ധങ്ങളെ മനസ്സിലാക്കി അയാൾ നമ്മുടെ പരിചയക്കാരൻ ആകുന്നു എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിച്ചാൽ കടക്കാരൻ്റെ ഉദ്ദേശം നിങ്ങൾ അവിടെ നിന്നും സാധനം വാങ്ങണം എന്ന് മാത്രമാണ്. അത് സാധനം വിൽക്കാനുള്ള ഒരു തന്ത്രമാണ്. നല്ല പങ്ക് കൂട്ടുകാരും അവരുടെ ലാഭത്തിന് കൂട്ടുകൂടുവാൻ വരുന്നവരാണ്. അല്ലാത്തവരുണ്ട്, ചുരുക്കമാണെന്ന് മാത്രം. യഹൂദയിലെ അതിമഹത്തായ ഒരു ഉണർവിന് നേതൃത്വം നൽകിയ യഹോശഫാത്ത് രാജാവ്, അവൻ്റെ ചെയ്തികൾ മിക്കവാറും പ്രശംസനീയമായിരുന്നു. എന്നാൽ അവൻ ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കൂട്ടുകൂടി. സകല വഷളത്വത്തിൻ്റെയും വിളനിലമായിരുന്ന ആഹാബിനോടും അവൻ്റെ ഭാര്യ ഇസബെലിനോടും അവൻ കൂട്ടുകൂടി. അത് അവൻ്റെ നാശത്തിൽ കലാശിച്ചു. 2 ദിനവൃത്താന്തങ്ങളാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 17-ാം അധ്യായം വരെ നാം പഠിച്ചു. 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വരെ നാം ചിന്തിച്ചു. ഇന്ന് 18-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുവാൻ പോവുകയാണ്. 2 ദിനവൃത്താന്തങ്ങൾ 18-ാം അധ്യായം എടുത്താട്ടെ. സകല ദുഷ്ടതയുടെയും വിളനിലമായിരുന്ന ആഹാബിനോടും ഭാര്യ ഇസബേലിനോടും സംബന്ധം കൂടിയത് യഹോശഫാത്തിൻ്റെ ജീവിതത്തിലെ വലിയ ഭോഷത്വമായി. ആഹാബ് യഹോശഫാത്തിനെ തന്നോടുകൂടെ അരാമിനെതിരെ യുദ്ധം ചെയ്യുവാൻ ക്ഷണിച്ചു. ആഹാബിനോടുകൂടെ യുദ്ധത്തിന് ചെല്ലാമെന്ന് സമ്മതിച്ച യഹോശഫാത്ത് യഹോവയുടെ അരുളപ്പാട് ചോദിക്കുവാൻ പ്രവാചകന്മാരെ വരുത്തണമെന്ന് ആഹാബിനോട് പറഞ്ഞു. ആദ്യം 400 പ്രവാചകന്മാർ പ്രവചിക്കുവാൻ തുടങ്ങി. അവരെല്ലാം ആഹാബിൻ്റെ ആഗ്രഹത്തിന് യോജിക്കും വണ്ണം പ്രവചിച്ചു. അത് കേട്ട യഹോശഫാത്തിന് തൃപ്തിയായില്ല. അവൻ പറഞ്ഞു, ഇവരാരും യഹോവയുടെ അരുളപ്പാടല്ല അറിയിക്കുന്നത് പോലും. യഥാർത്ഥ പ്രവാചകന്മാരായി ആരുമില്ലേ എന്ന ചോദ്യത്തിന് ഒരുത്തനുണ്ട്, പക്ഷേ അവൻ എനിക്ക് ഗുണമായി ഒന്നും പറയാറില്ല എന്ന് ആഹാബ് പറഞ്ഞു. ഏതായാലും അവനെ വരുത്തുവാൻ ഷണ്ണനെ അയച്ചു. മീഖായാവിൻ്റെ അടുത്ത് ചെന്ന ഷണ്ണൻ മീഖായാവിനെ ആദ്യം ഗുണദോഷിക്കുന്നതായി നാം കണ്ടു. അവൻ അറിയാവുന്ന വിധത്തിൽ അവൻ പറഞ്ഞു. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാജാവ് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നതെന്തെന്നും അത് പറഞ്ഞാൽ ഈ പ്രാവശ്യം രക്ഷപ്പെടാം എന്നുമാണ് ഷണ്ണൻ്റെ പക്ഷം. എന്നാൽ ഈ പാവം ഷണ്ണൻ അറിയാമോ, ഇപ്പോൾ രക്ഷപ്പെട്ടാൽ ഒരിക്കലും രക്ഷപ്പെടുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ പിന്നീടുണ്ടാകുമെന്ന്. ഇത് പലരും ചിന്തിക്കുന്നില്ല. എങ്ങനെങ്കിലും ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങി കാര്യങ്ങൾ കാണാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഏതായാലും മീഖായാവ് അനുരഞ്ജനത്തിന് തയ്യാറല്ല. 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വരെ നാം ചിന്തിച്ചതായിരുന്നു. 14-ാം വാക്യം ഞാനിനി വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അവിടെ പറയുന്നത്, അവൻ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖായാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവൻ, പുറപ്പെടുവീൻ, നിങ്ങൾ കൃതാർത്ഥരാകും, അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. മീഖായാവ് രസികനായിരിക്കുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ എൻ്റെ ഭാവനയിൽ കാണാറുണ്ട്. വളരെ രസമായി എനിക്ക് തോന്നാറുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, ദൈവത്തിന് ഫലിതം ഇഷ്ടമാകുന്നു എന്ന്. ഇന്നത്തെ സകല ഫലിതങ്ങൾക്കും അശ്ലീല ചുവ ഉള്ളതുകൊണ്ടാണ് നാം അതിൻ്റെ യഥാർത്ഥ രസം അറിയാത്തത്. ബൈബിളിൽ എന്തെല്ലാം ഫലിതമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്ന ഈ സംഭവം. ഈ രംഗം ഒന്ന് ചിന്തിക്കൂ. 2 രാജാക്കന്മാർ, അവരുടെ സിംഹാസനങ്ങളിൽ അവരിയ്ക്കുന്നു. 400 ആളുകൾ ഓടി നടന്ന് പറയുന്നു, പോകുക പോകുക, വിജയിക്കും തീർച്ച എന്ന്. ഇപ്പോൾ ഈ യഥാർത്ഥ പ്രവാചകൻ എന്ന് ആഹാബ് തന്നെ കണ്ട സാക്ഷ്യം പറഞ്ഞ മീഖായാവ്, അവൻ വന്നിട്ട് പറയുകയാണ്, പൊക്കോ പൊക്കോ. സത്യം അറിയാമെങ്കിലും ഒരു ചടങ്ങ് പോലെ ആരെയെങ്കിലും വിളിച്ച് ഉപദേശം തേടുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ.
ഇവിടെ ആഹാബിൻ്റെ പ്രതികരണം രസമായിരിക്കുന്നു. 15-ാം വാക്യം നോക്കിക്കേ. അവിടെ വായിക്കുന്നത്, രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയണമെന്ന് ചോദിച്ചു. ചേടാ, ആഹാബ് പറയുകയാണ്, മീഖായാവേ, എന്നെ കളിയാക്കുന്നത് നീ ഒന്ന് നിർത്തുക. നിനക്കെന്നെ വിഡ്ഢിയാക്കുവാൻ സാധ്യമല്ല. നീ പ്രവാചകന്മാരോട് ഒത്തുചേരില്ല എന്നെനിക്കറിയാം. ചേടാ, ഇതറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത നാടകമെല്ലാം? ആഹാബിന് ദൈവവചനം വേണം, എന്നാൽ അവനത് വേണ്ടാതാനും. കണ്ണടച്ചിരുട്ടാക്കാനുള്ള ശ്രമം. സത്യവും ഭോഷ്കും തമ്മിലുള്ള വ്യത്യാസം അവൻ അറിയാം, എന്നാൽ സത്യം അനുസരിക്കുവാൻ അവന് മനസ്സില്ല. ഇതുപോലുള്ള ഭക്തന്മാർ ഇന്ന് വളരെയുണ്ട് കേട്ടോ. മദ്യപാനം തെറ്റാകുന്നു എന്നറിയാം, അത് വ്യക്തമായിട്ടറിയാം. എന്നാലും ആരെയെങ്കിലും ഞങ്ങൾ ഉപദേശിമാരെ കണ്ടാൽ ഉടൻ ചോദിക്കും, ഈ ഉപദേശി പിന്നെന്തിനാ കർത്താവ് വീഞ്ഞുണ്ടാക്കിയത്? ദൈവമല്ലേ ഈ മദ്യവും സൃഷ്ടിച്ചത്? അങ്ങനെ ഒരു 100 കൂട്ടം ഉപാധികൾ. എന്തിനാ സുഹൃത്തെ ഈ പൊയ്മുഖം? താങ്കൾക്കറിയാവുന്ന സത്യം അങ്ങ് അനുസരിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ, ഇതുപോലെ 100 കണക്കിന് പറയാം. താങ്കൾക്ക് ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിലുള്ളത് ഓർമ്മ വരുന്നുമുണ്ടല്ലേ? ഏതായാലും മീഖായാവ് ഗൗരവമായി ഇപ്പോൾ സംസാരിക്കുന്നു. ഇതാ ഇവിടെ ദൈവത്തിൻ്റെ ദൂത്. അവർ യുദ്ധത്തിൽ തോക്കും എന്ന് മാത്രമല്ല, ആഹാബ് കൊല്ലപ്പെടുകയും ചെയ്യും. അത് കേൾക്കാൻ ആഹാബിന് ഇഷ്ടമില്ല. 16ഉം 17ഉം വാക്യങ്ങളിൽ, അതിനവൻ, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, ഇവർ ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ആഹാബ് യഹോശഫാത്തിനോട് പറയുന്നത്, ഞാൻ അന്നേരമേ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതാണ് ഇവൻ എന്നെക്കുറിച്ച് ദോഷമേ പ്രവചിക്കൂ എന്ന്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ദോഷം? ഈ ആഹാബ് എന്തൊരു വിഡ്ഢിയാണില്ലേ? അല്ല, നാമൊക്കെ ഇങ്ങനെയല്ലേ? പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇതൊന്നും കേൾക്കുവാൻ ആർക്കും ഇഷ്ടമില്ല. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു. അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ ഉടൻ അവൻ പിടിച്ചിട്ട് 2 ഉമ്മ തന്ന് നമ്മെ അങ്ങ് അനുഗ്രഹിക്കും. നമുക്ക് വേണ്ടുന്നതെല്ലാം ഇങ്ങി തരും. അവൻ എത്ര നല്ല ദൈവമാണെന്നറിയാമോ? തീർച്ചയായിട്ടും ദൈവം നല്ലവനാണ്. ആർക്കാണ് അവൻ നല്ലവൻ? അവനെ വേണ്ടിയവർക്ക്, അവനെ അനുസരിക്കുന്നവർക്ക്, അവനെ സ്നേഹിക്കുന്നവർക്ക്. എന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. കത്തി കണ്ട് കഴുത്ത് കണ്ടിച്ചാൽ മരിച്ചു പോകുമെന്നത് ഒരു സത്യം മാത്രമാണ്. ഇല്ല കുഞ്ഞെ, നിന്റെ കഴുത്ത് കണ്ടിച്ചോ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവൻ എത്ര ക്രൂരനാണല്ലേ? ഏതായാലും മീഖായാവ് വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. ജീവനെ ഭയമില്ലെങ്കിൽ പിന്നെ പറയരുതോ? മീഖായാവ് കൊള്ളിവാക്കുകൾ കൊണ്ട് ഒരു ഒന്നാന്തരം സാദൃശ്യം പറയുന്നു. 18ഉം 19ഉം വാക്യങ്ങളിൽ അതിനവൻ പറഞ്ഞത്, എന്നാൽ യഹോവയുടെ വചനം കേട്ടുകൊള്ളുവിൻ. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. ഇത് വെറും അസംബന്ധമാകുന്നു. താൻ ചെയ്യേണ്ടത് എന്തെന്നറിയുവാൻ ദൈവം വിദഗ്ധന്മാരുടെയും നേതാക്കന്മാരുടെയും ഒരു കൂട്ടം വിളിച്ചുകൂട്ടി എന്നാണോ? പ്രിയ സുഹൃത്തെ, ദൈവം ആരുടെയും നിർദ്ദേശം ചോദിച്ചുകൊണ്ട് നടക്കുന്നില്ല. ഇത് എന്ത് ഭയങ്കര പരിഹാസമാകുന്നു. അവിടെ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതാ ഒരു ആത്മാവ്, അവൻ പറയുന്നു, ഇതാ ദൈവമേ, എനിക്കൊരാശയം. എന്താണ് ആശയം? നമുക്ക് നോക്കാം. 20ഉം 21ഉം വാക്യങ്ങൾ. എന്നാൽ ഒരു ആത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു. ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഏതിനാലെന്ന് ചോദിച്ചു. അതിനവൻ, ഞാൻ ചെന്ന് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിൻ്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം വെറും കള്ളന്മാരാകുന്നു എന്ന് സ്ഥാപിക്കുവാനാണ് മീഖായാവിൻ്റെ ഈ യാഥാർത്ഥ്യം അല്ലാത്ത ഉപമ കൊണ്ട് അവൻ ശ്രമിക്കുന്നത്.
22 വാക്യം നോക്കിക്കേ. ആകയാൽ ഇതാ യഹോവ ഭോഷ്കിൻ്റെ ആത്മാവിനെ നിന്റെ ഈ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ പ്രവാചകന്മാർ നിന്നോട് സത്യമല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം നിന്നെ ന്യായം വിധിക്കുവാൻ പോകുകയാണ് ആഹാബേ. മിഖായാവ് പറയുന്നതിനെ ശ്രദ്ധിക്കുവാൻ ആഹാബിന് യാതൊരു താല്പര്യവുമില്ല. അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാനും അവിടെ സൂക്ഷിക്കുവാനും ആഹാബ് ആജ്ഞ നൽകുന്നു. 25ഉം 26ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, നിങ്ങൾ മീഖായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോൻ്റെയും രാജകുമാരനായ യോവാശിൻ്റെയും അടുക്കൽ കൊണ്ടുവന്ന് ഇവനെ കാരാഗൃഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുവോളം ഞെരുക്കത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കൊണ്ട് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറവീൻ. അവനെ കൊണ്ടുപോകുന്നതിന് മുൻപ് മീഖായാവ് പറഞ്ഞു. 27 വാക്യം. അതിന് മീഖായാവ്, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ ഞാൻ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്നും അവൻ പറഞ്ഞു. എനിക്കത് വാസ്തവത്തിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. മിഖായാവിനെ ജയിലിലേക്ക് കൊണ്ടുപോകുവാൻ പോലീസുകാർ പിടിച്ചപ്പോൾ അവൻ പറയുന്നു, രാജാവേ ഒന്ന് നോക്കണേ, നീ മടങ്ങി വന്നാൽ ദൈവം എന്നിൽ കൂടി സംസാരിച്ചിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകൂടെ കാണാം, ഇനി ആയുസ്സി കാണാനൊക്കെ ഇല്ല. രാജാവേ, വീട്ടിലുള്ളവരോടൊക്കെ യാത്ര ചോദിച്ചിട്ട് പോയാൽ മതി കേട്ടോ. എന്നാൽ നീ തിരികെ വരുവാൻ പോകുന്നില്ല എന്ന്. എന്നിട്ട് അവൻ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് അവരോട് പറയുകയാണ്, ഈ രാജാവ് ഇവിടെ കാണില്ല, നിങ്ങൾ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർത്തുകൊള്ളണം. ഇത് ആശ്ചര്യകരം തന്നെ. അതേ സുഹൃത്തെ, ആത്മീക അധികാരം ആരെയും കൂസുന്നതല്ല, സത്യം മാത്രം പറയും. എന്തിനു പേടിക്കണമില്ലേ? താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 28-29 വാക്യങ്ങളിൽ, അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശഫാത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. എന്നാൽ ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവൻ പടയിൽ കടന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ താൻ ഒരു ചതിയനാണെന്ന് ആഹാബ് വീണ്ടും തെളിയിക്കുന്നു. ഈ യുദ്ധത്തിൽ രാജവസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി യഹോശഫാത്താണ്. അത് അവനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് കാണിക്കും. കൗശലക്കാരനായ ആഹാബ് വേഷം മാറി പടയിൽ കടന്ന് യഹോശഫാത്തിന് പടയിൽ ക്ഷതം സംഭവിക്കുവാൻ ആഹാബ് വാസ്തവത്തിലൊരു വേല ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരിക്കൽ രാജാവ് കൊല്ലപ്പെട്ടാൽ പിന്നെ അവർ രാജാവിനെ തേടി നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ തനിക്ക് രക്ഷപ്പെടാമെന്നാണ് ആഹാബ് ചിന്തിച്ചത്. ഇത് യഹോശഫാത്തിൻ്റെ യുദ്ധമേ അല്ല, എന്നാൽ അവൻ മിക്കവാറും കൊല്ലപ്പെടേണ്ടതായിരുന്നു. ആ ഒരു സ്ഥിതി വരെ വന്നതാണ്. 30-31 വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ ആരാം രാജാവ് തൻ്റെ രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുതെന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശഫാത്ത് നിലവിളിച്ചു. യഹോവ അവനെ സഹായിച്ചു. അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു. ദൈവം അവന് വേണ്ടി ഇടപെട്ടു എന്ന ഒരൊറ്റ കാരണത്താലാണ് യഹോശഫാത്ത് രക്ഷപ്പെട്ടു പോകുന്നത്. ആഹാബ് തന്നിൽ തന്നെ വളരെ സംതൃപ്തിയോടെ കഴിഞ്ഞുകൂടുന്നു. അവൻ്റെ കൗശലം കൊണ്ട് യുദ്ധത്തിൽ മുറിവേൽക്കാതെ തന്നെ രക്ഷപ്പെടും എന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. എന്നാൽ സംഭവിച്ചത് എന്താകുന്നു എന്ന് 33 വാക്യത്തിൽ ശ്രദ്ധിക്കുക. എന്നാൽ ഒരുത്തൻ യാദൃച്ഛയാ വില്ലുകുലച്ചു. ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്കെയ്തു. അവൻ തൻ്റെ സാരഥിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകുക, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരാം സൈന്യത്തിൽ ഒരു പടയാളി തൻ്റെ അമ്പുകളെല്ലാം തീർത്തു. അവൻ വീണ്ടും അമ്പിടുന്ന പൂണിയിൽ കൈയിട്ട് നോക്കിയപ്പോൾ ഒരെണ്ണം ബാക്കിയുണ്ട് എന്ന് കണ്ടു. അതവൻ എടുത്തു. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ ഒരൊറ്റ എയ്ത്ത്. എന്നാൽ ആ അമ്പിൽ നമ്മുടെ ആഹാബിൻ്റെ പേരുണ്ടായിരുന്നു. അത് അവന് തന്നെ കിട്ടി.
എന്താണ് സംഭവിച്ചത്? അവൻ മരിച്ചു. മിഖായാവ് പറഞ്ഞതുപോലെ തന്നെ ആഹാബ് മരിച്ചു. യഹോശഫാത്ത് വളരെ ദുഃഖത്തോടും അതേസമയം ബുദ്ധിയുള്ളവനായും മടങ്ങിപ്പോയി. സുഹൃത്തെ, അബദ്ധം പറ്റുന്നത് മനുഷ്യർക്കാ, ദൈവത്തിന് അബദ്ധം പറ്റാറില്ല. ആർക്കും ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധ്യമല്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. എത്ര വലിയൊരു പാഠമാണ് നമുക്കിവിടെ പഠിക്കുവാൻ സാധിക്കുന്നത്. അതെ, രക്ഷപ്പെടുവാൻ ഒരു മനുഷ്യന് ചിന്തിക്കാവുന്ന വിധത്തിലെല്ലാം ചിന്തിച്ച് പദ്ധതി ക്രമീകരിച്ച ആഹാബ് കൊല്ലപ്പെടുന്നു. അതും യാദൃച്ഛിക ഒരു പടയാളി എയ്ത ഒരു അമ്പുകൊണ്ട്. നമുക്കൊക്കെ വലിയ പാഠമാണിത്. ദൈവത്തിനൊരിക്കലും അബദ്ധം പറ്റാറില്ല. ഇനി നമുക്ക് 19-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കാം. ആഹാബുമായുള്ള സഖ്യതയിൽ യുദ്ധത്തിന് പോയി നിരാശനായി മടങ്ങി വീട്ടിൽ വന്ന യഹോശഫാത്തിനെ ഒരു പ്രവാചകൻ കണ്ടുമുട്ടുന്നു. അവൻ യഹോശഫാത്തിനെ ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂത് അറിയിക്കുന്നതാണ് 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കാണുന്നത്. യഹൂദ രാജാവായ യഹോശഫാത്ത് യെരൂശലേമിൽ തൻ്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദർശകൻ അവനെ എതിരേറ്റ് ചെന്ന് യഹോശഫാത്ത് രാജാവിനോട്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയിങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? വളരെ നല്ല ഒരു ചോദ്യമായിരിക്കുന്നു. എല്ലാ കാര്യത്തിലും സ്നേഹം കാണിക്കണം, വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു വേർതിരിവ് പാടില്ല, സാമൂഹ്യ സേവനമാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്നൊക്കെ വാദിക്കുന്ന ഇന്നത്തെ ക്രിസ്തീയ സഭകളോട് ചോദിക്കുവാൻ കൊള്ളാവുന്ന ഒരു ഒന്നാന്തരം ചോദ്യം നാം ഇന്നിത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ ശത്രുവായിരിക്കുന്ന ഒരുവനെ സ്നേഹിക്കുവാൻ ദൈവം താങ്കളോട് എങ്ങും പറഞ്ഞിട്ടില്ല. വിചിത്രമായ പഠിപ്പീരായിരിക്കുന്നില്ലേ? പാപികളെ സ്നേഹിക്കുന്നത് ഒരു കാര്യം, എന്നാൽ അവൻ്റെ പാപത്തെ സ്നേഹിക്കുന്നത് വേറൊരു കാര്യം. ഇവ തമ്മിൽ നാം വേർതിരിച്ചറിയണം. ഇവയുടെ വ്യത്യാസം നാം മനസ്സിലാക്കണം. നാം പാപിയുടെ പാപത്തെ വെറുക്കണം. പാപിക്ക് ഒരു മാറ്റവുമില്ലാതെ തൻ്റെ പാപത്തിൽ തുടരാൻ തന്നെ വേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ പാപത്തോട് ഏകീഭവിച്ചിരിക്കുകയാണ്. അവിടെ വേറെ പോം വഴിയൊന്നുമില്ല. വാസ്തവത്തിൽ ദൈവത്തോട് ശത്രുക്കളായിരിക്കുന്ന ആളുകൾ അനേകമുണ്ട്. അവർ ദൈവവചനത്തോടും ശത്രുത പുലർത്തുന്നു. അവർ ക്രിസ്തുമാർഗത്തിൻ്റെ ജന്മശത്രുക്കളാണ്. നാം ദൈവജനത്തെ സ്നേഹിക്കണം. അത് അവൻ്റെ കൽപ്പനയാണ്. ദൈവത്തെ നിരന്തരം ത്യജിക്കുന്ന ഒരു വ്യക്തിയുമായി നമുക്ക് സംസർഗം പാടില്ല. നാം പാപികളെ സ്നേഹിക്കണം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ സ്നേഹത്താൽ അവരെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കണം. അവരോട് സാക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്ന് കണ്ട് നാം പാപവുമായി അനുരഞ്ജനപ്പെടണമെന്ന് അർത്ഥമില്ല. ഒരിക്കലും അങ്ങനൊരു വിട്ടുവീഴ്ചയ്ക്ക് നാം തയ്യാറാകരുത്. നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു പാഠം കൂടി ഇവിടെയുണ്ട്. ആഹാബിനോടും ഇസബേലിനോടും സംബന്ധം കൂടുവാൻ യഹോശഫാത്ത് പോകുന്നതിന് മുൻപ് ദൈവം യേഹൂ പ്രവാചകനെ അവൻ്റെ അടുത്തേക്ക് അയച്ചില്ല. വേർപാടിനെക്കുറിച്ച് ഒരു ചെറിയ ദൂത് നൽകുവാൻ അപ്പോൾ ദൈവം യേഹൂവിനെ യഹോശഫാത്തിൻ്റെ അടുത്തേക്ക് അയച്ചില്ല. യഹോശഫാത്ത് ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു. അവൻ്റെ തെറ്റ് ചെയ്തു. ഇതിൽ നിന്നും ദൈവം യഹോശഫാത്തിനെ ഒരു വലിയ പാഠം പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചതിനാൽ ഈ അനുഭവത്തിൽ കൂടി പോകുവാൻ ദൈവം അവനെ അനുവദിച്ചു. ഇന്ന് അനേകരും തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ആത്മീക പോലീസുകാരെന്ന ഭാവത്തിലാകുന്നു കാണുന്നത്. എല്ലാവരോടും അവർ എങ്ങനെയാണ് വേർപാട് ആചരിക്കേണ്ടതെന്നും ആരോടാണ് ചേരേണ്ടതെന്നും ആരോടൊക്കെ ചേരരുതെന്നും അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുവാൻ അവർക്ക് താല്പര്യമാണ്. നാം മറ്റുള്ളവരെ സന്ദിഗ്ധമായ കാര്യങ്ങളിൽ വിധിക്കരുതെന്നുള്ളത് ദൈവം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായിരുന്നാലും ന്യായവിധിക്കായി ജനങ്ങൾ നമ്മുടെ മുൻപിലല്ല വരുന്നത്. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കും താനും. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. നാം വേർപെട്ടതുപോലെ വേർപെട്ടിട്ടില്ല എന്ന് നാം ചിലരെക്കുറിച്ച് ചിന്തിക്കുന്നതിനാൽ നാം വിമർശിക്കുന്ന തെറ്റിൽ തന്നെ ചെന്ന് വീഴുന്നു. അവനെ നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് മറക്കരുത്. അവന് കർത്താവായ യേശുക്രിസ്തുവിൽ വ്യക്തിപരമായൊരു വിശ്വാസമുണ്ടെങ്കിൽ ദൈവം അവനെ താങ്ങിക്കൊള്ളും. ഞാൻ അതിനെ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു കണക്ക് ഒരു ദിവസം ഞാൻ കർത്താവിന് കൊടുക്കണം. അവനാണ് എൻ്റെ യജമാനൻ, താങ്കളല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ യജമാനൻ ഞാനുമല്ല. കർത്താവായ യേശുക്രിസ്തു ആകുന്നു നിങ്ങളുടെ യജമാനൻ.
നിങ്ങളുടെ കണക്ക് നിങ്ങൾ അവനാണ് കൊടുക്കുന്നത്. വാസ്തവം എന്തെന്നാൽ ഒരു ദിവസം ഞാൻ എൻ്റെ കണക്കുകൾ മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ ഏൽപ്പിക്കേണ്ടി വരും എന്നുള്ള ചിന്ത എന്നെ വളരെയേറെ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രചോദിപ്പിക്കുന്നു. താങ്കളെ വിധിച്ചുകൊണ്ടിരിക്കുവാൻ എനിക്ക് സമയമില്ല. അതെ, എന്നെ വിധിച്ചുകൊണ്ടിരിക്കുവാൻ നിങ്ങൾക്കും സമയമില്ല. ആവശ്യമില്ലാത്തിടത്ത് തലയിട്ട് എന്തിന് സമയം കളയണം? അത് നമ്മുടെ കാര്യമല്ല, അത് ദൈവത്തിൻ്റെ കാര്യമാകുന്നു എന്ന് നാം ഓർക്കണം. ഞാൻ തെറ്റായ കാര്യം ചെയ്താൽ ദൈവം എന്നെ ശാസിച്ചുകൊള്ളും. അതത്രേ അവൻ യഹോശാഫാത്തിനോട് ചെയ്തത്. ഈ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ ദൈവം യഹോശാഫാത്തിനെ പഠിപ്പിച്ചു. അവൻ അവൻ്റെ പാഠം പഠിക്കുകയും ചെയ്തു. 19-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ, എങ്കിലും നീ അശേരാ പ്രതിഷ്ഠകളെ നീക്കിക്കളയുകയും ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സുവെക്കുകയും ചെയ്തതിനാൽ നന്മയും നിന്നിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോശാഫാത്ത് ശ്രദ്ധേയനായൊരു വ്യക്തിയായിരുന്നു. എന്നാൽ തൻ്റെ മകൻ്റെ വിവാഹകാര്യത്തിൽ ആഹാബിനോട് ചേർന്നതിനാൽ ദൈവത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലും അവൻ്റെ രാജ്യത്തിന്മേലും വന്നു. ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം ഇതുതന്നെയാണ്. വിവാഹബന്ധത്തിൽ ആകെ തകർന്ന അവസ്ഥ. പലരും ചോദിക്കുന്നത്, അതെന്താ തുരന്നു നോക്കിയിട്ട് വിവാഹം ചെയ്യാൻ ഒക്കുമോ? അന്ന് നല്ലതെന്ന് തോന്നിയത് അത് ചെയ്തു. അബദ്ധമാണെന്ന് പിന്നല്ലേ മനസ്സിലായത്. വളരെ ശരിയാണ്. എന്നാൽ ഒരു ദൈവപൈതലാകുന്ന താങ്കൾ ഒരു ദൈവപൈതൽ എന്ന പ്രഥമമായ യോഗ്യതയേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും താങ്കളുടെ ജീവിത പങ്കാളിയിൽ അന്വേഷിച്ചെങ്കിൽ തെറ്റി. അതൊക്കെ വേണ്ട എന്നല്ല, ഉണ്ടെങ്കിൽ നല്ലത്. എന്നാൽ ഈ മുൻഗണന നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ആകരുതെന്ന് മാത്രം. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോശാഫാത്ത് യെരൂശലേമിൽ പാർത്തു. ബേർശേബ മുതൽ എഫ്രയീം മലനാട് വരെ ജനത്തിൻ്റെ ഇടയിൽ വീണ്ടും സഞ്ചരിച്ചു. അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിച്ചു വരുത്തി. ഇത് വളരെ നല്ലൊരു പണിയായില്ലേ? യഹോശാഫാത്ത് ചെയ്ത ചില നവീകരണങ്ങളാണ് തുടർന്ന് നാം കാണുന്നത്. അവനൊരു അനുഗ്രഹീതനായ വ്യക്തി തന്നെയായിരുന്നു. അവൻ മടങ്ങി വന്നു. 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ ദേശത്ത് പട്ടണം തോറും യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും ന്യായാധിപന്മാരെ നിയമിച്ചു. നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്ക് വേണ്ടി എത്ര ന്യായപാലനം ചെയ്യുന്നത്. ന്യായപാലനത്തിൽ അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നു. ആകയാൽ യഹോവ ഭയം നിങ്ങളിലിരിക്കട്ടെ. സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊള്ളുവിൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. നമ്മുടെ ഇന്നത്തെ നിയമങ്ങൾ നടപ്പാക്കുന്ന രീതിയിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ഇതുതന്നെയാണ്. ദൈവമില്ലാത്തൊരു മനുഷ്യൻ ന്യായാധിപൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ അവന് ദൈവത്തോടുള്ള ഉത്തരവാദിത്വം തോന്നുകയില്ല. അവൻ ആരായിരുന്നാലും അപകടകാരിയായൊരു ന്യായാധിപനായിരിക്കും. അവൻ അപകടകാരിയായിരിക്കുന്നതിൻ്റെ കാരണം ഈ കാണുന്ന സകല മാലിന്യങ്ങൾക്കും അവൻ അടിമയായിരിക്കും. പ്രധാനമായും അങ്ങനെയുള്ള ഒരാൾ തെറ്റിയ ഒരു വിധി കൽപ്പിക്കുവാനാണ് കൂടുതൽ സാധ്യത. അങ്ങോട്ടേക്കാണ് ചായ്വ്. അങ്ങനെയുള്ള ഒരാൾ മുഖപക്ഷം കാണിക്കുവാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് കൈക്കൂലി വാങ്ങുന്ന അനേക ന്യായാധിപന്മാർ ഉണ്ട് എന്നുള്ളത് ഒരു ദുഃഖസത്യം മാത്രം. 8ഉം 9ഉം വാക്യങ്ങളിൽ കാണുന്നത്, യെരൂശലേമിലും യഹോശാഫാത്ത് ലേവ്യരിലും പുരോഹിതന്മാരിലും ഇസ്രായേലിൻ്റെ പിതൃഭവന തലവന്മാരിലും ചിലരെ യഹോവയുടെ ന്യായപാലനത്തിനായിട്ടും വ്യവഹാരം തീർക്കേണ്ടതിനായിട്ടും നിയമിച്ചു. അവർ യെരൂശലേമിൽ മടങ്ങി വന്നു. അവൻ അവരോട് കൽപ്പിച്ചെന്തെന്നാൽ, നിങ്ങൾ യഹോവ ഭയത്തോടും വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊള്ളണം. തൻ്റെ രാജ്യത്തെല്ലാം ദൈവത്തിന് ഹിതകരമാവണ്ണം യഹോശാഫാത്ത് ക്രമീകരിച്ചത് ശ്രദ്ധിച്ചാലും അതെ, അവൻ അവൻ്റെ പാഠം പഠിച്ചു. ദൈവം അവനെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് അവൻ പഠിച്ചു. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയത് അനുസരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറരുത്. ദൈവം ആലോചന തരുമ്പോൾ അനുസരിക്കുവാൻ തയ്യാറാകണം. അതിനാണ് ദൈവവചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ ഓർത്തിരുന്ന് അനുസരിപ്പാൻ പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.